Thrive, dreams locked deep within. Fast hands feed the slow with the devil's grip. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട്, കുറേ നാൾക്ക് മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കപ്പലിലെല്ലാം ഇങ്ങനെ ബോട്ടിലെല്ലാം പോകാമെന്നല്ല വിചാരിച്ചു. ഞാനിപ്പോൾ കുറേയായി, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പറശ്ശിനിക്കടവിൽ നിന്ന് ചെറിയ ബോട്ടിൽ പോയത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കൊച്ചി ജങ്കാർ വഴി എൻ്റെ ലൈലാൻഡ് ലോറി ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ നോക്കാം അതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ വണ്ടികളും ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ വണ്ടിക്ക് എത്ര പൈസ അറിയില്ല. എൻ്റെ വണ്ടിക്ക് 250 രൂപയാണ്. കാലിലോ വണ്ടിക്ക് 250 രൂപയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ഓരോ വണ്ടിക്ക് ആൾക്കാർക്ക് 10 രൂപയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പുറം അത്തേക്ക് 2 കിലോമീറ്ററാണ്. മട്ടാഞ്ചേരിയിലേക്ക് 2 കിലോമീറ്ററാണ്, 2.5 കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 10 രൂപയാണ് മറ്റേ ഇത് വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് 250 രൂപയാണ്. കാലി ലോഡാണ്, അപ്പോൾ കാലി വണ്ടിയാണ്. അപ്പോൾ 250 രൂപയാണ്. അപ്പോൾ കാറിനെല്ലാം ചിലപ്പോൾ ഒരു 20 രൂപ, 30 രൂപ, ഒരു 50 രൂപ ആ റേഞ്ചിലായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പോൾ ചെറിയ ദോസ്ത് അതുപോലത്തെ ചെറിയ വണ്ടികൾക്ക് ചിലപ്പോൾ 100 രൂപയുടെ അടുത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വൈപ്പിൻ്റെ ബസ് സ്റ്റോപ്പാണ്, സ്റ്റാൻഡ് പോലത്തെ ഇതാണ്. അപ്പോൾ ജങ്കാറിൽ നിന്ന് വണ്ടികളെല്ലാം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ജങ്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെറിയ വണ്ടികൾ, വലിയ വണ്ടികൾ ആരുടെയും പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് 20 കിലോമീറ്ററാണ് കാണിച്ചത്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇതിലേ വരുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിലേ വരുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും ചെറിയ വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ലോഡ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇവർ കയറ്റുന്നത്. എല്ലാ വണ്ടികളും, ലോറികളെല്ലാം അങ്ങനെയാണ്. എല്ലാ വണ്ടി ഇപ്പം വന്ന് ബ്ലോക്ക് ആവാൻ തുടങ്ങി. ഇപ്പോൾ ഇതിലൊരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇവരിറങ്ങിയിട്ട് വേണേൽ നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വണ്ടികളെല്ലാം ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങ് മുന്നിലൊരു ചേട്ടനാണ് ടിക്കറ്റ് വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ വണ്ടിയും മെല്ലെ വണ്ടി തട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇവർ വണ്ടി കൊണ്ടുവന്നുണ്ട്. എൻ്റെ വണ്ടി കയറിയാൽ വേറെ വണ്ടി കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നോക്കാം, എങ്ങനെ നോക്കാം. അപ്പോൾ ആ വണ്ടി ടിക്കറ്റ് എടുത്തില്ല എന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതിൽ കയറാൻ പറ്റുമോ, ഇനി അടുത്തതിലാണോ ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഈ വണ്ടിയിൽ കയറാൻ പറ്റുമെന്ന്. കയറുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത ഇതിൽ വേറെ ജങ്കാർ വരുമ്പോഴത്തേക്ക് അതിൽ കയറാൻ പറഞ്ഞത്. ഇപ്പം ബൈക്കുകളെല്ലാം പോകുന്നുണ്ട്. ജങ്കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. കാറിലും കയറിയിരിക്കുന്നുണ്ട്. ആ ബോർഡ് ഇല്ലത് കൊണ്ട് അപ്പുറം വശത്തേക്ക് അങ്ങനെ കാണൽ കുറവായിരിക്കും. ആ ചേട്ടന്മാർ കയറിലെടുത്തിട്ടുണ്ട് കേട്ടോ. കയറിൽ ലോക്കാക്കി വെച്ചു. ഓട്ടോറിക്ഷ കയറി, 2 ഓട്ടോറിക്ഷ, ലാസ്റ്റ് ഓട്ടോറിക്ഷ. ലോക്കാക്കിയാണ് കേട്ടോ. അതിനങ്ങോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ ജങ്കാർ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ അത് പോയി. അപ്പോൾ അടുത്ത വണ്ടി വരുമ്പോൾ എൻ്റെ വണ്ടിയും കയറും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഒരു സാധനമുണ്ട്, അതെന്തോ മിഷ്യൻ എന്തോ സംഭവമാണത്. മിഷ്യൻ്റെ ചെയ്യുന്ന എന്തോ വണ്ടിയാണത്, ബോട്ടാണത്.
അങ്ങനെ അടുത്ത ജങ്കാറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടിയെല്ലാം വന്നു. അതിൽ നിന്ന് എല്ലാവരും ഇറങ്ങി തുടങ്ങിയത്. ഇതാണ് കേട്ടോ ജങ്കാറ്. ഇത് കൊച്ചി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ ഇതാണ് കേട്ടോ. സാധനം കുഴപ്പമില്ല, സാധനം അടിപൊളി വലിയ സാധനമാണ്. ലോറിയെല്ലാം പോവും. എനിക്ക് തോന്നുന്നു ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്ന സമയം. എത്രയായി? ഇല്ലല്ലോ, സമയം 1 മണിയുടെ അടുത്തായിട്ടുണ്ടാവും. അതായിരിക്കും ഇവർ വണ്ടി നിർത്തിയത്. സേതു സാഗർ സെക്കൻഡ് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടിക്ക് ഇതിൽ പേര് എഴുതിയിരിക്കുന്നത്, കപ്പലിന്. അത് 3.6 മീറ്ററാണ് ഇതിൻ്റെ ഉയരം, അതായത് വണ്ടിയുടെ. അതായത് ചിലപ്പോൾ എനിക്ക് അതിനടുത്ത് വരെ കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ അത് പാസ്സാവാൻ ചാൻസ് കുറവായിരിക്കും. അതുപോലെ ഇറക്കുമ്പോഴും ചിലപ്പോൾ തിരിച്ചായിരിക്കും ഇറക്കുന്നത് വണ്ടി. അതിൽ കൂടി ചെറിയ കേട്ടോ. നേരത്തെ റൂട്ടുകൾ പോയി. അപ്പോൾ അവിടെ അതും മത്സ്യത്തൊഴിലാളികളുടെയാണെന്ന് തോന്നുന്നു. അതെല്ലാം ഇത് ഈ ഭാഗത്ത് നിന്ന് റിസോർട്ട് എന്തോ കാര്യങ്ങളുണ്ട്. നേരത്തെ കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറെ ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിനുള്ള സാഹചര്യം ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്താൽ തന്നെ ഇടുമെന്ന് തന്നെ ഇത് അറിയില്ല. എപ്പോഴെപ്പോഴും തിരക്കായിരിക്കും. ഒന്നത് ഒറ്റയ്ക്ക് വേറെ ആരുമില്ല. ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. മലബാറിന് വന്നത്. അത് എറണാകുളത്ത് വണ്ടി വെച്ചിട്ടുണ്ടായി. ഭയങ്കര ചൂട്. എല്ലാവർക്കും ഇതേ അവസ്ഥയാണ്, ചൂടാണ്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ആ ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീല ഷർട്ടിട്ട ചേട്ടൻ. നോക്കാലോ, എൻ്റെ വണ്ടി കയറ്റൂലേ. വണ്ടികളെല്ലാം ഇറങ്ങി പോകുന്നുണ്ട്. മുന്നോട്ട് വെക്കണം. അപ്പോൾ എൻ്റെ വണ്ടിയുടെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികൾ എന്താ സംഭവം എന്നറിയില്ല. എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. എല്ലാവരും ചെറിയ വണ്ടികളെല്ലാം കയറുന്നുണ്ട് ഫ്രണ്ടിൽ. ഞാനത് മൊബൈൽ ക്യാച്ചറിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാത്തത്. പിന്നെ രണ്ടാമത് ഞാൻ എടുത്ത് വെക്കുമ്പോൾ സമയം എടുക്കും. ഓക്കെ. എവിടെ വെക്കാനാ? ഈ സൈഡാ?
ജങ്കാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എൻ്റെ വണ്ടി ജങ്കാറിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ സൈഡിലെല്ലാം വണ്ടികളുണ്ട്. നമുക്ക് അക്കരെയാണ് കേട്ടോ എത്തേണ്ടത്, മട്ടാഞ്ചേരിയിൽ. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ജങ്കാറ് നീങ്ങി കേട്ടോ, നീങ്ങി തുടങ്ങി. അപ്പോൾ കടലിൽ കൂടിയുള്ള യാത്ര കേട്ടോ ഇന്നത്തെ ദിവസം. ഡോർ തുറക്കാൻ പറ്റില്ല കേട്ടോ. ഡോറിൻ്റെ സൈഡിൽ തന്നെ ആൾക്കാരില്ലതുകൊണ്ട് ഡോർ തുറക്കാൻ പറ്റില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കടലിൽ കൂടി. നല്ല രസമാണ്. എൻ്റെ ഓളെല്ലാം മിക്കപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാമായിരിക്കും അവർ വണ്ടിയിൽ വരണം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി നാഗർകോവിലേക്ക്, തമിഴ്നാട് നാഗർകോവിൽ. തിരിച്ച് എറണാകുളം ഭാഗത്തേക്കെല്ലാം കൊണ്ടുവന്ന് ലുലു മാള്, നമ്മുടെ മെട്രോ, ആ ഭാഗങ്ങളെല്ലാം ഒന്ന് കറക്കി കൊണ്ടുവന്ന് രസമുണ്ട് കേട്ടോ. ബൈക്കിലേക്ക് വണ്ടികളെല്ലാം എല്ലാ ലോറിക്കാരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. വല്ലപ്പോൾ എപ്പോഴെങ്കിലും ഒരു മട്ടാഞ്ചേരിയിലേക്ക് ഒരു ഓട്ടം കിട്ടുവാണ്, കാലുവണ്ടി കിട്ടുവാണെങ്കിൽ ഇതിൽ കൂടി ഒന്ന് കറങ്ങുന്നത് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. വീഡിയോ എടുക്കുന്നവർക്കും യൂട്യൂബ് അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എപ്പോഴും പുറത്തിറങ്ങാൻ പറ്റുവാണെങ്കിൽ ഞാൻ നല്ല വീഡിയോ എടുക്കേണ്ടിയായിരുന്നു, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സൈഡിൽ തന്നെ ഡോറിന് ചേർന്നിട്ട് തന്നെ ഒരു ചേട്ടനുണ്ട് ബൈക്ക് നിർത്തിയിട്ട്. അവിടെ കൊച്ചി പോർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് കാണൂല. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും ദൂരമാണ്. കുറേ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരെ ആദ്യമായിട്ട് വരുന്നവർക്കെല്ലാം ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. എൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ബോട്ട് പോകുന്നുണ്ട്. എനിക്ക് വന്ന ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നൊരു ബോട്ടാണെന്ന് തോന്നുന്നു. ഫുള്ള് ഗ്ലാസ്സാണ്, AC ആണെന്ന് തോന്നുന്നു. അതെല്ലാം എനിക്ക് 2 സൈഡ് കാണുന്നില്ല. വണ്ടിയുടെ അകത്തല്ലേ, ഒന്നും കാണുന്നില്ല. ഞാൻ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടി മാത്രം എടുക്കുന്നതാണ്. രണ്ട് സൈഡും വണ്ടി ഉണ്ട് കേട്ടോ. ആ സൈഡും ആ മിററിൽ നോക്കുവാണെങ്കിൽ ആ മിററിലും ചേർന്ന് വണ്ടി കിടക്കുന്നുണ്ട്. ഈ മിറർ ഇവിടെയും വണ്ടി കിടപ്പുണ്ട്. എല്ലാം ചേർന്നിട്ടാണ് ഇല്ലത്. അങ്ങനെ ഇല്ല ഗ്യാപ്പിൽ എല്ലാവരും കൊണ്ടുവരുന്നതുകൊണ്ട് ചേർന്നിട്ടാണ്. ഇതിപ്പോൾ എവിടെയാ ഇതിൻ്റെ സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല. ആ ഫ്രണ്ടിലെ ചേട്ടന്മാരയിൽ ഫോൺ കൊടുത്താൽ മതിയായിരുന്നു, കുറച്ച് വീഡിയോ എടുത്താലിട്ടായിരുന്നു. ഉണ്ടാവും അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തിലിങ്ങനെ താന്നിയും പൊങ്ങിയും കളിച്ച് പോകുന്നുണ്ട് വണ്ടി. ഇത് ഈ വണ്ടി ഇതനങ്ങുന്നതനുസരിച്ച് പിന്നെ നമുക്ക് അടുത്തിലെ മരങ്ങളും അതുപോലെ വീടുകളും അതനങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെല്ലാം നമ്മളിവിടെ നോക്കുമ്പോൾ അതനങ്ങി പോകുന്ന പോലെ തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ടുമ്പോൾ അടുത്തുള്ള ട്രെയിൻ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീൽ ചെയ്യുന്നത്, അതേപോലെയാണ്. പക്ഷേ മൊബൈലിൽ അത് അത്ര അറിയുന്നില്ല. അത് നമ്മൾ പോകുന്നത് പോലെയുണ്ട്. നമ്മളിങ്ങനെ എവിടെയോ ഇങ്ങനെ അതിങ്ങനെ നീങ്ങി പോകുന്നത്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അത് നീങ്ങി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് വണ്ടിക്കാരുണ്ട് കേട്ടോ എളുപ്പത്തിനെത്താൻ വേണ്ടിയിട്ട്. നല്ല രസമായിട്ടാ, ഭയങ്കര ഫീലാണ്. അത് നമ്മുടെ സ്റ്റോപ്പ് എത്തിയ കേട്ടോ. എത്തി. വണ്ടി സ്റ്റാർട്ടാക്കി. ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് റൈറ്റ് പിന്നെ അങ്ങനെ കറങ്ങി പോകണമെന്നാണ് പറഞ്ഞത്. നോക്കാം, ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്ഥലം എത്തിയ കേട്ടോ.
ഇതെല്ലാം എല്ലാവരും ബോട്ടിലല്ല കേട്ടോ, മാക്സിമം അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാവരും. എൻ്റെ വണ്ടിയിൽ വെഹിക്കിലായി മുട്ടിച്ച് വെക്കല്ലേ. ചേട്ടാ എന്നെ മുട്ടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ ബൈ. ഇനി ലോഡ് എടുത്ത് പോകുമ്പോൾ എല്ലാ വിശേഷങ്ങൾ പിന്നീട് പങ്കുവെക്കാം. ബൈ ബൈ.